അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന പ്രമുഖരെ, എൻ്റെ പ്രിയപ്പെട്ട നെല്ലാര് മഹല്ല് പ്രദേശത്ത് വസിക്കുന്ന നെല്ലാര് മഹല്ല് നിവാസികൾ, കാലിക മാറ്റങ്ങളിൽ കാലിടറാതെ ഈ ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സമയം 9 മണി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഒരു മണിക്കൂർ കൊണ്ട് മാക്സിമം ഞാൻ എൻ്റെ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കാൻ നോക്കാം. 2015 ജനുവരി നമ്മുടെ മുന്നിലൂടെ കടന്നു പോയത് 2015 ജനുവരി. ഇന്ന് 2015 ഫെബ്രുവരി 1. ലോകത്ത് നിരവധി മാറ്റങ്ങളുണ്ടായ വർഷം. 10 വർഷങ്ങൾക്ക് 20 വർഷങ്ങൾക്ക് മുമ്പുള്ള മാറ്റമല്ല 2015 നമുക്കുള്ളത്. നമ്മുടെ എല്ലാവരുടെ കയ്യിലും ടച്ച് സ്ക്രീനുള്ള മൊബൈൽ ഫോണുണ്ട്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും TV ഉണ്ട്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കേബിളുണ്ട്. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. നമ്മുടെ മക്കളൊക്കെ IT അറിയുന്നവരാണ്. 2015 കാലിക മാറ്റത്തെ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പത്രത്താളുകളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നമ്മുടെ ലോകം എങ്ങോട്ടാണ് എന്നൊരു വേള നമ്മൾ ചിന്തിച്ചു പോകും. ഇന്ന് രാവിലെ പത്രം വായിക്കാനെടുത്ത ഞാനും നിങ്ങളും കണ്ടത് കേരളത്തിലെ വ്യാവസായികമായി മുന്നിൽ നിൽക്കുന്ന എറണാകുളത്തെ കൊച്ചിയിലെ ഒരു പ്രദേശത്ത് നിന്ന്, ഒരു സ്ഥലത്ത് നിന്ന് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു യുവനടനെ കയ്യിൽ മയക്കുമരുന്നുമായി കൂടെ നിരവധി മോഡലുകളുമായിട്ട് പിടിക്കപ്പെട്ട വാർത്തയാണ് ഞാനും നിങ്ങളൊക്കെ ഇന്ന് രാവിലെ പത്രത്തിൽ കണ്ടത്. ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് പത്രം നമ്മുടെ മുമ്പിൽ മറ്റൊരു വാർത്ത കൊണ്ടുതന്നു. ഒരു മകൻ, ഒരു ഉമ്മ വസ്ത്രം മാറാൻ വേണ്ടിയിട്ട് വീടിനകത്തേക്ക് കയറി. ഒരു ഉമ്മയുടെ ഏറ്റവും സുരക്ഷിതമായ ഇടം വീടാണ്. ഉമ്മ സുരക്ഷിതമെന്ന് കരുതിയ വീട്ടിലെ മുറിയിലേക്ക് വസ്ത്രം മാറാൻ വേണ്ടിയിട്ട് ഈ ഉമ്മ കയറി. അളമാറയ്ക്ക് പിറകിൽ ഒളിഞ്ഞു നിന്ന കൗമാരക്കാരനായ +1 +2 പഠിക്കുന്ന കൗമാരക്കാരനായ ചെറുക്കൻ അളമാറയ്ക്ക് പിറകിൽ ഒളിഞ്ഞു നിന്ന് ഉമ്മയുടെ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ഓരോന്നായി തൻ്റെ കയ്യിലുള്ള വില കൂടിയ മൊബൈലിൽ ഒപ്പിയെടുത്തു. അവൻ ഉമ്മ കടന്നു പോയപ്പോ ഉമ്മ കാണാതെ പുറത്തിറങ്ങി ബാപ്പയുണ്ടാക്കിയ 2 നില വീടിന്റെ മുകളിലത്തെ റൂമിൽ പോയിട്ട് അവിടെ ബാപ്പ വാങ്ങിക്കൊടുത്ത കമ്പ്യൂട്ടറിലേക്ക് ബാപ്പ വാങ്ങി ഫിറ്റ് ചെയ്ത, അവനെ തണുപ്പിക്കാൻ ഫിറ്റ് ചെയ്ത ഫാനിന്റെ ചോട്ടിലിരുന്നിട്ട് അവന്റെ മൊബൈലിലുള്ള ഉമ്മയുടെ ചിത്രങ്ങൾ അവന്റെ ലാപ്ടോപ്പിലേക്ക് അപ്ലോഡ് ചെയ്തു അത്രേ. അതും കഴിഞ്ഞ് ആ ലാപ്ടോപ്പിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് കയറിയിട്ട് ഉമ്മയുടെ നല്ല 2-3 ഫോട്ടോ തൻ്റെ സുഹൃത്തിന് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്ത് അയച്ചു കൊടുത്തു അത്രേ. അതിനടിയിലൊരു അടിക്കുറിപ്പും ഉണ്ടായിരുന്നു. ലുക്ക് മൈ ഡിയർ ഫ്രണ്ട്, മൈ മദർ ഈസ് ബ്യൂട്ടിഫുൾ ലൈക്ക് എ ബട്ടർഫ്ലൈ. നോക്കടാ, എൻ്റെ അമ്മ ചിത്രശലഭം പോലെ മനോഹരം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ ചിത്രം കണ്ട് അങ്ങേ തലക്കൽ ആ ചിത്രം കണ്ട ചെക്കൻ ആ ചിത്രം കണ്ട് മതിമറന്നു പോയി. അവൻ തിരിച്ചു മെസ്സേജ് അയച്ചു അത്രേ, യെസ് യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്, യുവർ മദർ ഇസ് എ, മൈക്ക് കെട്ടി പറയാൻ പറ്റാത്തൊരു വാക്കാ, ചരക്ക്. എൻ്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ മക്കളും നമ്മളും ഒക്കെ എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മളൊന്ന് ഉറക്കെ ചിന്തിക്കണം. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അതാ. മക്കൾ ഒളിച്ചോടുന്നു, പ്രശ്നമുണ്ടാക്കുന്നു. ആരാണ് ഉത്തരവാദി? എന്താ നമ്മുടെ മക്കൾക്ക് പറ്റുന്നത്? എന്താ നമ്മുടെ കുടുംബങ്ങൾക്ക് പറ്റിയത്? ഇസ്ലാമികമായി നമ്മുടെ കുടുംബത്തിൽ വല്ലതും നടക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിന് എന്തു പറ്റി? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സഹോദരിമാര്, പ്രത്യേകിച്ച് പുറകിലിരിക്കുന്ന സഹോദരിമാര് ചിന്തിക്കണം. എവിടെയാ നമ്മുടെ കുടുംബത്തിന്റെ ഒരു നന്മ നഷ്ടപ്പെട്ടു പോയത്? ഒരു 15 കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 20 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ തറവാട് മലപ്പുറം ജില്ലയിലെ എൻ്റെ തറവാടിന്റെ സ്ഥലത്ത് കൂടെ ഇടവഴിയുണ്ട്. തറവാട്ടിലേക്ക് ഒരു ഇടവഴിക്ക പോവാ, വളരെ നേരിയ ഒരു ഇടവഴി.
ആ ഇടവഴിയിലൂടെ മഗ്‌രിബ് നമസ്കരിക്കാൻ വേണ്ടി ഇടവഴിയിലൂടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഇരുട്ട് പടർന്നിട്ടുണ്ടാവും. ആ ഇരുട്ട് പടർന്ന ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്കൊന്നൊരു പേടി ഉണ്ടാവില്ല. പാമ്പുണ്ടാവും, എന്തെങ്കിലുമൊക്കെ കടിക്കുന്നൊക്കെ ആൾക്കാർ പറയും. ആർക്കും ഒരു പേടിയില്ല. കാരണം എന്താണെന്നറിയോ? ആ ഇടുങ്ങിയ ഇടവഴിയുടെ രണ്ട് സൈഡിലുള്ള വീട്ടിൽ നിന്ന് ഉറക്കെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് പെണ്ണുങ്ങൾ ഖുർആൻ ഓതുന്ന ഒച്ച കേൾക്കാം. ആ ഖുർആൻ ഓതുന്ന സുന്ദരമായ ഒച്ചകൾക്കിടയിലൂടെയാണ് മഗ്‌രിബ് നമസ്കരിച്ച് തറവാട്ട് വീട്ടിലേക്ക് ഞാനും നിങ്ങളൊക്കെ പോയി കയറിയിരുന്നത്. ഇന്ന് എൻ്റെ തറവാട്ടിലേക്കുള്ള വഴി റോഡാ. ആയിക്കൂടെ ഇപ്പൊ വണ്ടി പോവും, ടാറിട്ട റോഡാ. ആ റോഡിന്റെ കരയിലൂടെ മഗ്‌രിബ് നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ പേടിയാകും. തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് സീരിയൽ തുടങ്ങാനുള്ള ഒച്ച കേൾക്കുന്നു, ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് വേറെന്തോ പാട്ട് തുടങ്ങാനുള്ള ഒച്ച കേൾക്കുന്നു. നമ്മുടെ മുഴുവൻ സമൂഹവും ഈ ടി-വിക്ക് മുമ്പിൽ അടയിരിക്കുന്നു. എവിടുന്നാ നമ്മുടെ കുട്ടിക്ക് നന്മ കിട്ടുക? നിങ്ങൾ പറ. ഈ നെല്ലാര് മഹല്ല് വാസികൾ പറ, എവിടുന്ന നമ്മളെ കുട്ടിക്ക് നന്മ കിട്ടുക? പണ്ടൊക്കെ സ്കൂൾ വിട്ട് നേരം വൈകിയ അമ്മക്ക് ബേജാറാ. കാരണം എന്താണെന്നറിയോ? ഈ ചെക്കനെങ്ങാനും സിനിമക്ക് പോകുമെന്നാ ബേജാറ്. വീട്ടിൽ ഇറങ്ങിയാ പിന്നോ സിനിമക്ക് പോകും. ഇന്ന് നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താ? സിനിമ കാണാതിരിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. വേണ്ടേ? വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പണ്ടൊക്കെ പുറത്തിറങ്ങിയാലാ സിനിമ കാണുക. അപ്പൊ പുറത്തിറങ്ങിയാലാ സിനിമ കാണാതെ കുട്ടി പോയിക്കോട്ടെ പുറത്തേക്ക്, സിനിമ കാണാതെ. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ വലിയ ഈ മഞ്ഞ് കൊണ്ട് ഇവിടെ കൂട്ടം കൂടിയിരുന്ന് വലിയ പ്രസംഗം കേട്ടിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ കുടുംബത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവർ തയ്യാറാവണം. അങ്ങനെ തയ്യാറാകുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് നമ്മൾ അറിയണം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. എൻ്റെ വിഷയം നമ്മുടെ കുടുംബങ്ങളിൽ ഈ കാലിക മാറ്റത്തിനനുസരിച്ച് എങ്ങനെ ഈ കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. വൈകിയ വേളയാണ്. കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. എന്താണ് ഈ കുടുംബം? നമ്മൾ എങ്ങനെയാ കുടുംബ സംഗമം? എന്താണ് കുടുംബം? ആരൊക്കെയാ കുടുംബത്തിലുള്ളത്? നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? ഞാൻ വളരെ ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. വളരെ ചുരുക്കി നമ്മുടെ കുടുംബത്തിന്റെ ഒരു അവസ്ഥ എന്താ? ഞാൻ ഇതിനെ വളരെ കുറഞ്ഞ വാക്കുകളിലേക്ക് മാറ്റാം. ഈ കുടുംബം എന്നതിനെ കുറഞ്ഞ വാക്കുകളിലേക്ക് മാറ്റാം. കുടുംബത്തിൽ നിന്ന് നമുക്ക് എന്താ കിട്ടേണ്ടത്? കുടുംബം എന്താ നൽകേണ്ടത്? നോക്കൂ, കുടുംബത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം? കുടുംബം എന്ത് നൽകണം? ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എന്ത് നൽകണം? എൻ്റെ ഭാര്യ എനിക്ക് എന്ത് നൽകണം? ഞാൻ എൻ്റെ ഉപ്പക്ക് എന്ത് നൽകണം? എൻ്റെ ഉപ്പ എനിക്കെന്ത് നൽകണം? ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കുടുംബം നന്നാവുക. നമുക്ക് ഈ ചിന്തയെ ഒന്ന് വിപുലീകരിച്ച് നോക്കാം, ഒന്ന് പരത്തി ചിന്തിച്ച് നോക്കാം. അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമാകും. നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഒളിച്ചോടുന്ന പെൺകുട്ടികൾ, വീട്ടിൽ കയറാൻ ഇഷ്ടമില്ലാത്ത ആൺകുട്ടികൾ. ഈ തൊട്ടടുത്ത പ്രദേശത്ത് ഇതിലൂടെ ഈ പാലം കയറി അങ്ങ് പോയി ഒരു സ്കൂളില് എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചു. 7-ൽ നിന്ന് 8-ലേക്ക് പാസ്സായ 80 ചില്ലുവാനം കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നു. ചെറിയ സ്കൂളാ. 7-ൽ നിന്ന് 8-ലേക്ക് പാസ്സായ 80 ചില്ലുവാനം കുട്ടികൾ. ആൺകുട്ടികളുടെ എണ്ണം കുറവാണ്, പെൺകുട്ടികൾ കൂടുതലാണ് എന്ന് ഞാൻ ഓർക്കുന്നു. ഒരു 2 വർഷം മുമ്പായിരിക്കും, 1.5 വർഷം 2 വർഷം മുമ്പായിരിക്കും സംഭവം ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് എടുക്കാൻ വിളിച്ചു. ഇവർക്കൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. 7-ൽ നിന്ന് 8-ലേക്ക് പാസ്സായ കുട്ടികൾക്ക് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈ ക്യാമ്പ് സംഘടിപ്പിച്ച് ആ ക്യാമ്പിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ആദ്യത്തെ ദിവസം തന്നെ വന്ന എന്നോട് അവിടുത്തെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, സാർ ഒരു ദിവസം കൂടി വരണം, ഈ കുട്ടികളോടൊക്കെ സംസാരിക്കണം, എന്നിട്ട് ഇവർക്ക് എന്താ പ്രശ്നമുള്ളത് എന്നൊന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കൊരു റിപ്പോർട്ട് തരണം. ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ 2ാമതൊരു ദിവസം കൂടി ഞാൻ ഈ സ്കൂളിലേക്ക് വന്നു. ഈ സ്കൂളിലുള്ള 80 ചില്ലുവാനം കുട്ടികളോട് ഞാൻ സംസാരിച്ചു. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് സമയമെടുത്ത് ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാവരോടും ഞാൻ സംസാരിച്ചു. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിലിരുന്നു. നിങ്ങൾ കേൾക്കണം, ഈ തൊട്ടടുത്ത പ്രദേശത്തുള്ള സ്കൂളാണ്. നിങ്ങൾ കേൾക്കണം, ആ സ്കൂളിൽ 7-ൽ നിന്ന് 8-ലേക്ക് പാസ്സായ 13 വയസ്സ് പ്രായമുള്ള ഏകദേശം ഒരു 30-ന് ചുവടെ വരുന്ന ആൺകുട്ടികൾ, അതിൽ 20-ന് മുകളിൽ ആൺകുട്ടികളും തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ, ടാബ്ലറ്റിലൂടെ, ബാപ്പന്റെ ഫോണിലൂടെ വൃത്തികെട്ട ലൈംഗിക ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിന് പോൺ വീഡിയോ എന്ന് പറയും. ഇനി നോക്ക്, 40-ലധികം പെൺകുട്ടികളുള്ള സ്കൂളിൽ 30 ചില്ലുവാനം കുട്ടികൾക്കും പ്രേമമുണ്ട്. ചിലതൊക്കെ വളരെ വളരെ പ്രശ്നമുള്ള പ്രേമാണ്. ഇവിടെ എവിടെയാ നമ്മുടെ കുടുംബത്തിൽ ഇതിനൊരു സ്ഥാനമുള്ളത്? എന്തുകൊണ്ടാ കുട്ടികൾ ഇങ്ങനെ പോണത്? നമ്മൾ ചിന്തിക്കണ്ടേ? ഒരു കുട്ടി ഒളിച്ചോടിപ്പോയാൽ നമ്മൾ എപ്പോഴും പറയും, എന്തിന്റെ കുറവാ ആ കുട്ടിക്ക്?
നല്ല വസ്ത്രമല്ലേ, ഭക്ഷണല്ലേ? എവിടുന്നാ ഈ കുട്ടികളെ ഒളിച്ചോടുക? 2 നിലയുള്ള വീട്ടിൽ നിന്നാ കുട്ടി ഒളിച്ചോടുന്നത്. വീട്ടിന്റെ മുറ്റത്ത് പോർച്ചിൽ സുന്ദരമായ കാറ് നിർത്തിയിട്ടുണ്ട്. ബാപ്പ ഗൾഫില്, ഇഷ്ടം പോലെ ആഭരണങ്ങള്, ഇട്ടുമാറാൻ വസ്ത്രങ്ങള്, ഭക്ഷണം കഴിക്കാൻ നല്ല ഭക്ഷണം. ഇതൊക്കെ വിട്ടിട്ടാണ് കുട്ടി നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ചെറിയ ജോലി എടുക്കുന്നവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. എന്തിനാ ഈ കുട്ടി പോകുന്നത്? എന്താണ് ഈ കുട്ടിക്ക് കിട്ടാത്തത്? ഇതാ നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് കുറച്ച് സംസാരിക്കട്ടെ. കുറച്ച് സമയം നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വെക്കുക, വിളമ്പുക, കഴുകിക്കുക, വെക്കുക, വിളമ്പുക, കഴുകിക്കുക. രാവിലെ സുബൈക്ക് ഇങ്ങോട്ട് ഇറങ്ങും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ. സുബൈക്ക് ഇങ്ങോട്ട് മുടി ഒറ്റ ചുറ്റിക്കെട്ടലാണ്, മാക്സിം കെട്ട് കയറ്റിക്കുത്തും, ഒറ്റ ഇറങ്ങല. സുബൈക്ക് കണ്ട് വെക്കണ ആ വെള്ളം, എന്നിട്ട് പിന്നെ അത് തുടങ്ങും വെക്കാൻ. അതുകൊണ്ട് വിളമ്പുക, കഴുകിക്കുക. അപ്പോഴേക്ക് ഉച്ചക്കുള്ള വെക്കാനായി, വിളമ്പി കഴുകിച്ചു. അപ്പോഴേക്ക് വൈകുന്നേരത്തുള്ള ചായ വെച്ചു, വിളമ്പി കഴുകിച്ച്. അപ്പോഴേക്ക് രാത്രിക്കുള്ള ചോറ് വെച്ചു, വിളമ്പി കഴുകി വെച്ച്, അകമൊക്കെ അടിച്ച് തുടച്ച്, അടുക്കള തുടച്ച തുണി കൊടഞ്ഞിട്ട് ആ അടുക്കളന്റെ സിങ്കിന്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഈ പെണ്ണ് നേരെ റൂമിലേക്ക് പോകുമ്പം ഭർത്താവ് കമിന്നിടന്ന് ഉറങ്ങിണ്ടാവും. മക്കളൊക്കെ എപ്പോഴും ഉറങ്ങിണ്ടാവും. ഈ പെണ്ണ് പിന്നെ മെലികിട്ട് ഒരു മൂലൊക്കെ കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ നേരം വെളുത്തു, എണീറ്റു, ഇതന്നെ പരിപാടി. വെച്ചു, വിളമ്പി, കഴുകിച്ചു, വെച്ചു, വിളമ്പി, കഴുകിച്ചു. അല്ലേ? ചോദിച്ചാ പറയും പണി എന്നെ പണി, പെരും പണി. ഇതല്ലേ പെണ്ണുങ്ങൾക്ക് പണി? നിങ്ങൾ ആലോചിക്കും. ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കുന്നുള്ളൂ. നിങ്ങളെ പണി തീരുന്നവരെ നിങ്ങൾക്ക് പണി ഉണ്ടാവും. നിങ്ങളെ പണി തീർന്നാ പിന്നെ ഞമ്മക്കാ പണി, പിന്നെ ഓൾക്ക് പണിയില്ലല്ലോ. പിന്നെ പള്ളിപ്പറമ്പ് കൊണ്ടുണ്ട്. ഇതൊക്കെ തീർന്ന് എല്ലാ പണിയും തീർന്നിട്ട് ഭർത്താവിനെ നോക്കൽ നടക്കൂല. എല്ലാ പണിയും തീർന്നിട്ട് മക്കളെ നോക്കൽ നടക്കൂല. ആരാ അങ്ങനെ പറഞ്ഞെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബിയുടെ ഭാര്യയെ കുറിച്ച് സൂചിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു അത്രേ, ആ സഹാബിയുടെ ഭാര്യ സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്ക. ഒരു സഹാബിയുടെ ഭാര്യ സ്വർഗത്തിലാണ്. ഉടൻ സ്വഹാബി വനിതകൾ എല്ലാരും കൂടി ഒറ്റ ഓട്ട ആ പെണ്ണിന്റെ വീട്ടിലേക്ക്. ആ പെണ്ണിനെ പിടിച്ചു. ഇതെന്താ? മരം വെട്ടുകാരനായ വളരെ ചെറിയ ജോലി ചെയ്യുന്ന ഒരു സ്വഹാബി. ആ സ്വഹാബിയുടെ അടുത്ത് വന്നിട്ട് ആ സ്വഹാബിയുടെ ഭാര്യ സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ എല്ലാ സ്വഹാബി വനിതകളും ആ വീട്ടിലേക്ക് ഓടി വന്നു അത്രേ. എന്നിട്ട് ആ പെണ്ണിനോട് ചോദിച്ചു, നിങ്ങൾ സ്വർഗത്തിലാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പെണ്ണിനെ ഞെട്ടിപ്പോയി. പടച്ചോനെ തന്നെ. അവര് ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്യല്? എന്താ നിങ്ങൾ ചെയ്യണത് ഈ സ്വർഗത്ത് പോവാൻ? ആ പെണ്ണ് പറഞ്ഞു, നിസ്കരിക്കലുണ്ട്, നോമ്പ് വൽക്കലുണ്ട്, പ്രാർത്ഥിക്കലുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കലുണ്ട്, ഇതിലപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്യില്ലല്ലോ. അപ്പൊ അവര് ചോദിച്ചു, അല്ലല്ലല്ല, ഒക്കെ ഞങ്ങളും ചെയ്യണ, വേറെന്തോന്നുണ്ട്, എന്താ നിങ്ങൾ ചെയ്യല്? പെണ്ണ് പറഞ്ഞൊന്നും ചെയ്യില്ല. അപ്പൊ പിന്നെ സ്വഹാബി വനിതകൾ ചോദിച്ചു, അത്ര നിങ്ങളെ ജീവിതം ഒന്ന് പറ. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു കൊടുക്കാണ്, ഞാൻ നേരം വെളുത്താൽ എന്റെ ഭർത്താവും മക്കളൊക്കെ ഉണ്ടാവും, അവരെ സുബൈക്ക് വിളിച്ചുണർത്തി പള്ളിയിലേക്ക് പറഞ്ഞേക്കും. അത് കഴിഞ്ഞ് ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കും. അതും കഴിഞ്ഞിട്ട് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതൊക്കെ വിളമ്പിക്കൊടുത്ത് ഭർത്താവ് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്, മരം വെട്ടാൻ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഭർത്താവിന്റെ പണിയായുധങ്ങളെല്ലാം എടുത്ത് സുന്ദരമായി കെട്ടി ഭർത്താവിന്റെ കയ്യിലേൽപ്പിച്ച് ഗേറ്റ് വരെ ഭർത്താവിനെ പിന്തുടർന്ന് ആ മൂപ്പരങ്ങ് തിരിഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ ബാക്കിൽ നിന്ന് വിളിച്ചു പറയും, നോക്ക്, നിങ്ങൾക്ക് ജോലി ചെയ്തിട്ട് ഒരു പൈസ കിട്ടിയില്ലെങ്കിൽ പേടിക്കണ്ട കേട്ടോ, ഹലാലായത് മാത്രമേ കൊണ്ടുവരാവൂ. ഹറാമായ ഒരു ചില്ലിക്കാശ് പോലും, ഒരു വറ്റ് പോലും, ഒരരിമണി പോലും, ഒരു കാരക്കച്ചീന്ത് പോലും നിങ്ങൾ കൊണ്ടുവരരുത് കേട്ടോ. ഈ സഹാബി വനിത വിളിച്ചു പറയണാണ്. കാരണം എന്താണെന്നറിയോ? ഞങ്ങളെല്ലാവരും ദിവസങ്ങളോളം പട്ടിണി കിടക്കാൻ തയ്യാറാണ്, പക്ഷേ ഒരു മിനിറ്റ് പോലും നരകത്ത് കിടക്കാൻ തയ്യാറല്ലോ എന്ന് പറയുമ്പോൾ സഹാബി അങ്ങ് യാത്രയാകും. മരം വെട്ടിയിട്ട് ഉച്ചയാകുമ്പോൾ, ഉച്ച കഴിഞ്ഞ് മരം വെട്ടി വിയർത്തൊലിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങൾ കേൾക്കണം പ്രിയപ്പെട്ട സഹോദരിമാര്, ഈ സഹാബി വനിത കുളിച്ച് മാറ്റി സുന്ദരിയായി ഈ ഭർത്താവിന് കൺകുളിർമയുണ്ടാക്കത്തക്ക രൂപത്തിൽ ഈ വീട്ടിൽ നിൽക്കുമത്രേ. അതും കഴിഞ്ഞ് മക്കളൊക്കെ കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ചിട്ട് ഭർത്താവ് കയറി വരുമ്പം തന്നെ കാണാൻ എന്തൊരു രസം. ഖുർറത അയുൻ എന്ന ആ വാക്ക്, കൺകുളിർമ. നോക്ക്, നമ്മുടെ നെല്ലാര് കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ആലോചിച്ച്, ഇതാണോ നമ്മുടെ വീട്ടിലെ അവസ്ഥ? ആണോ? നിങ്ങൾ ആലോചിക്ക്. എന്നിട്ട് കഴിഞ്ഞില്ല, ഈ സഹാബി കയറി വരുമ്പോ ഈ സഹാബിയുടെ ഡ്രസ്സൊക്കെ അഴിച്ച് കുളിക്കാൻ ചുടുവെള്ളം വേണോ പച്ചവെള്ളം വേണോ എന്നൊക്കെ കൊടുത്ത് അങ്ങനെ കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഈ
സ്വഹാബിക്ക് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്ത് എല്ലാരും കൂടി കഴിച്ചത് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു രസം അല്ലേ? നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ വീട്ടിൽ ജീവിക്കാണ്. നിങ്ങൾ നോക്ക്, വലിയ ജോലി ഉണ്ടായിട്ടല്ല, ശമ്പളം ഉണ്ടായിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഈ സ്വഹാബി വനിത സ്വർഗത്തിലാണ്. നോക്ക്, അപ്പൊ നമുക്ക് എന്ത് സുഖമുണ്ട് സ്വർഗത്ത് പോവാൻ? എന്ത് സുഖമുണ്ട്? എന്തിന്റെ കുറവാ നമുക്കുള്ളത്? നിങ്ങൾ ആലോചിക്കും. എന്നാൽ നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താ? നെയ്യത്ത് വേണം എങ്കിലും മാത്രമേ ഒരു ആള് സ്വർഗത്ത് പോവുള്ളൂ. നേരത്തെ പ്രിയപ്പെട്ട സഹോദരൻ ഇസ്മായിൽ വഫ സംസാരിച്ചത് അതാ, നെയ്യത്ത് വേണം. നെയ്യത്തില്ലാതെ എങ്ങനെ ഒരു മനുഷ്യന് ജീവിതത്തിൽ മുന്നോട്ട് പോവാം? ഞാൻ ചെയ്യുന്നതിന്റെ നെയ്യത്ത് എനിക്കുണ്ടാവണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി ഞാൻ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് തന്നെ വരാം. ഒരു പെണ്ണ് രാവിലെ എണീക്കാണ്. നിങ്ങൾ നോക്ക്, രാവിലെ എണീച്ച് കഴിഞ്ഞപ്പോണ്ട് പുതിയാപ്പിള കവുന്നിറന്ന് ഉറങ്ങണ്. ഒരൊറ്റ ചവിട്ടാണ് എണീച്ച് പോയ അവിടുന്ന്. നിങ്ങൾ ഞാൻ ഒരേ മരത്തിലല്ല ഉറങ്ങി കണ്ടോ? പുതിയാപ്പിള കും കും എന്ന് പറഞ്ഞ അവിടെ തന്നെ തിരിയും. അപ്പൊ പറഞ്ഞു എണീച്ചാണോ സുബഹിസ്കരിക്കണ്ടേ? എന്നിട്ട് ഒരൊറ്റ വലിച്ച് കെട്ടി മുടി കയറ്റി കുത്തി പണ്ടാറടക്കാൻ പറഞ്ഞ് മക്കളെയും വിളിച്ച്, അതും കഴിഞ്ഞ് അടുക്കള കണ്ട് തുറക്കുമ്പോൾ തന്നെ പെണ്ണിന്റെ മനസ്സിലുണ്ടാവും എന്നാണ് ഈ പണ്ടാറം തീരെന്നു തന്നെ ഒരു പണി ഉണ്ടാ. നേരെ കണ്ട അകത്തേക്ക് കയറി പത്തിരി ഉണ്ടാക്കി, അപ്പോഴും പണ്ടാറടക്കാൻ പറഞ്ഞ്, തിരുമ്പി അപ്പോഴും പണ്ടാറടക്കാൻ പറഞ്ഞു, വിളമ്പി കഴുകിക്കാൻ നേരത്ത് ഇങ്ങോട്ട് കുറെ പാത്രം കഴുകാൻ ഉണ്ടോ? എവിടെയാ ഒരു നന്മയുള്ളത് ഈ വീട്ടില്? നിങ്ങൾ ആലോചിക്കുക. ഈ വീട് നിങ്ങൾ നേരൊന്ന് മാറ്റി നോക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊന്ന് മാറ്റി നോക്ക്. അപ്പൊ നമുക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇസ്ലാമിൽ സ്ത്രീ അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയില്ല. ഇനി നിങ്ങൾ നേരൊന്ന് മാറ്റി നോക്ക്. സ്ത്രീ രാവിലെ എഴുന്നേറ്റു, സുബഹിക്ക് എഴുന്നേറ്റു, എന്നിട്ട് തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന ഭർത്താവിനെ സ്നേഹത്തോടു കൂടി വിളിച്ചു, മനസ്സിൽ നെയ്യത്ത് വെച്ചു, പടച്ചോനെ ഭർത്താവിനെ ഞാൻ സുബഹിക്ക് വിളിക്കുകയാണ്, എനിക്ക് നീ ഇതിനുള്ള കൂലി തരണേ പടച്ചോനെ. കണ്ടോ, നേരം വെളുക്കുമ്പോൾ തന്നെ പടച്ചോനെ അക്കൗണ്ട് തുറന്ന് അതിൽ രേഖപ്പെടുത്തി കൂലി നമ്പർ 1 ഭർത്താവിനെ വിളിച്ചു. ആ പെണ്ണിനൊരു നന്മ കിട്ടിയില്ലേ? നിങ്ങൾ നോക്ക്, ആ ഭർത്താവ് നിസ്കരിച്ച് അതിന്റെ കൂലി ഒന്ന് കിട്ടിയില്ലേ? 2. ഭർത്താവ് എണീറ്റു, ആദ്യം കുറച്ച് മടിച്ചു, നിർബന്ധിച്ചു, അല്ല എണീക്ക് പ്ലീസ് എണീക്ക്. നോക്ക്, കയ്യൊക്കെ പിടിച്ച് വലിച്ച് പൊന്തിച്ച് ബാത്റൂമൊക്കെ കൊണ്ടുപോയി ഒന്നൊക്കെ അടുപ്പിച്ച് പള്ളിക്ക് പറഞ്ഞേച്ച്. ഈ പെണ്ണിന് പള്ളിക്ക് പറഞ്ഞേച്ച കൂലി കിട്ടിയോ? നിസ്കരിച്ച കൂലി കിട്ടിയോ? എഴുന്നേൽപ്പിച്ച കൂലി കിട്ടിയോ? തൊട്ടടുത്ത റൂമിൽ കിടന്നുറങ്ങണ മക്കളെ റൂമിലേക്ക് പോയി സ്നേഹത്തോടെ മക്കളെ വിളിച്ചു, മനസ്സിൽ നെയ്യത്ത് വെച്ചു, പടച്ചോനെ ഞാൻ എൻ്റെ മക്കളെ വിളിക്കുകയാണ്, എനിക്ക് നീ അതിനുള്ള കൂലിതാ. എന്നിട്ട് മക്കളെ വിളിച്ചു, മക്കളെ എണീറ്റു, സുബഹിസ്കരിച്ചു, കൂലി കിട്ടിയോ? നോക്ക്, നിങ്ങൾ നേരം വെളുത്തിട്ടേ ഉള്ളൂ പുസ്തകത്തിൽ രേഖപ്പെടാൻ തുടങ്ങി കൂലി. ഇനി എങ്ങട്ടാ പോണ്ടി സ്വർഗം കിട്ടാൻ? നിങ്ങൾ ആലോചിക്കും. എന്നിട്ടോ അതും കഴിഞ്ഞ് നേരെ പോയത് ഈ ഭർത്താവിന്റെ ബാപ്പിയമ്മയും വയസ്സായ ബാപ്പിയമ്മയും കിടക്കുന്നുണ്ട്. വാതിലിന് പതുക്കെ മുട്ടി തുറന്ന് എന്നിട്ട് അകത്ത് കയറി. 2 ആളും ഉറങ്ങാതെ കയറിക്കും. വയസ്സന്മാർക്ക് ഉറക്കണ്ടാവില്ല. അകത്തേക്ക് കയറി ചോദിച്ചു, അല്ലാ ഉറങ്ങിയില്ലേ? സുഖൈനിയോ? നിസ്കരിക്കേണ്ട അമ്മ, നിസ്കരിക്കേണ്ട ബാപ്പ പള്ളിക്ക് പോകണ്ടോ? പോകാൻ കഴിയോ? നോക്ക്, നിങ്ങൾ എത്രയാ നേരം വെളുത്തപ്പം പെണ്ണിന് കൂലി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ ആലോചിക്കും. അതും കഴിഞ്ഞിട്ട് വലത്തെ കാലും വെച്ച് അടുക്കളയ്ക്ക് കയറുമ്പോ ഈ പെണ്ണ് മനസ്സിൽ കരുതി, പടച്ചോനെ ഞാൻ എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഭർത്താവിന്റെ വയസ്സായ ബാപ്പക്കും ഉമ്മക്കും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കയറാണ്. ഈ ഹൈറ് കൊണ്ടട്ടോ, ഭക്ഷണമൊക്കെ ടേസ്റ്റ് ഉണ്ടാവണട്ടോ, എനിക്ക് നീ കൂലി തരണട്ടോ. പരത്തുന്ന ഓരോ പത്തിരിക്കും കൂലിയാ. ലോകത്തെ ഏത് ഹോട്ടലിൽ അങ്ങനത്തെ കൂലിയുള്ളത്? അല്ല, നിങ്ങൾ പറ. പിന്നെ എവിടെയാ ഈ പെണ്ണ് അസംതൃപ്തയാവുക? നോക്ക്, അങ്ങനെ ഓരോ പത്തിരിയും പരത്തി വിളമ്പാൻ നേരത്തും പെണ്ണ് പ്രാർത്ഥിച്ചു, പടച്ചോനെ വിളമ്പട്ടോ, ഞാൻ എന്റെ കൂടെ ജീവനെ എപ്പോഴും ഇല്ലേ ഈ പടച്ചോൻ. നോക്ക്, അങ്ങനെ ഒരു പെണ്ണ് നേരം വെളുത്ത് വൈകുന്നേരമാകും വരെ ആ പെണ്ണിന്റെ പുസ്തകത്തില് അക്കൗണ്ടില് പടച്ച റബ്ബ് എത്ര കൂലി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, എവിടെയാ പിന്നെ നിനക്ക് സ്വർഗം കിട്ടാതിരിക്കുക? എവിടെയാ പിന്നെ അസംതൃപ്തി ഉണ്ടാവുക? ഒരു പ്രശ്നവുമില്ല. ഇസ്ലാമിൽ വളരെ ക്ലീനാ കാര്യങ്ങൾ. കണ്ടോ? ഇനി നോക്ക്, ഇതൊക്കെ കഴിഞ്ഞ് അവസാനം അടുക്കളയൊക്കെ ഒതുക്കി ചോറൊക്കെ വിളമ്പി തിന്ന് ഒതുക്കി ഭർത്താവിന്റെ അടുത്തേക്ക് കിടപ്പറയിലേക്ക് കയറിയ പെണ്ണ് ഭർത്താവിന്റെ ഇംഗിതങ്ങൾക്കൊക്കെ നിന്ന് അവള് ഭർത്താവിനെയൊക്കെ തൃപ്തിപ്പെടുത്തി കിടന്നുറങ്ങിയാൽ നേരം പുലരുവോളം മലക്കുകൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ 24 മണിക്കൂറിൽ എവിടെയാ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരിത്തിരി സമയം കൂലിയില്ലാതെ കിട്ടിയത്? നിങ്ങൾ പറ. എന്തേ നമുക്ക് മനസ്സിൽ അസംതൃപ്തിയുള്ളത്? നമ്മുടെ മക്കൾക്ക് എന്തേ അസംതൃപ്തിയുള്ളത്? നിങ്ങൾ ആലോചിക്ക്. വീട്ടിലെ അവസ്ഥകൾ മാറണം, മാറ്റിയേ പറ്റൂ. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് മാറ്റിയേ പറ്റൂ. നമ്മുടെ വീടിന്റെ ഒക്കെ അവസ്ഥ എന്താ? നിങ്ങൾ എടുത്തു നോക്ക്. കൂടുമ്പോ ഇമ്പമുള്ളത് കുടുംബം,
വീട് എന്ന് പറഞ്ഞാൽ എന്താ? 4 ചുമര് മതിയോ? എന്തോ ഒരു വലിയ വീട് അവിടൊക്കെ. 4 ചുമര് കെട്ടിയ വീടാവോ? അങ്ങനെയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനും വീടല്ലേ? അങ്ങനെയാണെങ്കിൽ ഗോഡൌണും വീടല്ലേ? ഈ തൊട്ടടുത്ത് ഇങ്ങോട്ട് കയറുമ്പം കാണുന്ന കുറെ സാനിറ്ററി സാധനങ്ങൾ വെച്ചതും വീടല്ലേ? അതിനും 4 ചുമരില്ലേ? അതിനും റൂഫില്ലേ? അതിനും വാതിലില്ലേ? അതിനും ജനലില്ലേ? അവിടെയും ഫാനില്ലേ? കറണ്ടില്ലേ? ഇത് വീടാവോ? ഒരു കെട്ടിടം വീടാവുന്നത് അതിനുള്ളിൽ സ്നേഹമുണ്ടാകുമ്പോഴാണ്. നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ആണുങ്ങൾ ആരെങ്കിലും ആ സ്നേഹം ഉണ്ടാക്കാൻ ശ്രമിച്ചണോ? ഉണ്ടോ? അന്തം വിട്ട് ഇങ്ങനെ നടക്കും, നട്ടപ്പാതിരക്ക് കയറി ചെല്ലും, എന്നിട്ട് കെട്ടിയോളെ കുറ്റം പറയും, അവളതും കെട്ടിയാണ് ആകെ ബേജാറ്. ഇതല്ലേ നമ്മളെ അവസ്ഥ? പാല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മുടെ, ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും, മാണിന്റെ നാടാ. ഇപ്പൊ കത്തി നിൽക്കുന്ന ആളാണ്. കണ്ടോ? പാല 7 മണിക്ക് പാലയിൽ പോയി ബസ് ഇറങ്ങിയാൽ നിങ്ങൾ 3 പ്രാവശ്യം വാച്ച് വെക്കും. വാച്ച് നോക്കിയ പോരായിട്ട് മൊബൈൽ എടുത്തു വെക്കും. കാരണം സമയം തെറ്റിയോ ഒരു സംശയം. ഒരൊറ്റ മനുഷ്യനെ ആ റോട്ട് കാണൂല. നോക്ക്, ഒറ്റ മനുഷ്യൻ ഉണ്ടാവില്ല. ഓട്ടോറിക്ഷക്കാരൊക്കെ പോയി ഉണ്ടാവും, പീടിയൊക്കെ അടച്ചിട്ടുണ്ടാവും. ആളില്ല, പിന്നെ പീടിയ വെച്ചിട്ട് എന്താ? അപ്പൊ നമ്മൾ സമയം നോക്കി 7 മണിക്ക് പൂട്ടിയത് എന്ത് നാടാ? അന്വേഷിച്ചാൽ അറിയാം. നാട്ടുകാരൊക്കെ വീട്ടിൽ പോയി, അവര് മക്കളെ പഠിപ്പിക്കുകയാണ്, കുടുംബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്. അവർ ചിലപ്പോൾ കള്ളുടുക്കിണ്ടാവും, അവർ ചിലപ്പോൾ വീടിൽക്കുണ്ടാവും, അവർ പലിശ വാങ്ങിണ്ടാവും. അവിടെ മുസ്ലിങ്ങളുടെ എണ്ണം കുറവാ, പക്ഷേ കുടുംബത്തോടൊപ്പം ഇരിക്കുന്നുണ്ട്. ആ ഗുണം കുട്ടിയൊക്കെ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ എപ്പോഴും അവിടുന്ന് വന്ന ചേട്ടന്മാര് പഠിപ്പിക്കണേ. നമുക്ക് ഈ ബോധമൊന്നുമില്ല. നമുക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, വയലുണ്ട്. വയല് കേട്ട് നന്നാവുകയാണെങ്കിൽ മലപ്പുറം ജില്ലക്കാർ നന്നായിട്ടല്ലേ വേറെ ആൾ നന്നാവുള്ളൂ? സിനിമാ പോസ്റ്ററിനേക്കാളും കൂടുതൽ വയലിന്റെ പോസ്റ്ററുള്ള നാടല്ലേ നമ്മളത്? നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നു, ഏറ്റവും കൂടുതൽ കുറ്റവാളികളുള്ളത് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലാണ്. 2013 കണക്കാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ. സംശയമുള്ളവർ കയറി നോക്കിക്കോ, നെറ്റ് കയറി നോക്കിക്കോ, നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോ അതിന്റെ സൈറ്റ് കയറി നോക്കിക്കോ. 2013 കണക്കിൽ പറയുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള കുറ്റവാളികളുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റവാളികളുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. 92 കുറ്റവാളികളെയാണ് 2013 പിടിച്ചത്. 92 പേര് പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് ആ ന്യൂസ് തന്നെ പറയുന്നുണ്ട്, തൊട്ട് പുറകെ 2ാം സ്ഥാനത്ത് മലപ്പുറമാണ്. അയ്വാ, കണ്ടോ? നമ്മൾ ഒന്നുകൂടി ഒക്കെ ഒന്ന് ഉഷാറായ നമുക്ക് അടുത്തല്ല 1ാം സ്ഥാനം കിട്ടും അവര് പറയുന്നത്. നോക്ക്, കുറ്റവാളികൾ ആരാ? വരുന്ന അടുത്ത തലമുറ. വീട് നന്നായില്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി എങ്ങനെ നന്നാകും? ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന മുഴുവൻ കുട്ടികളും പറയുന്നത് വീട്ടിലെ പ്രശ്ന. കുട്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, വീട്ടിലെ പ്രശ്ന, ബാപ്പയും ഉമ്മയും തമ്മിലുള്ള പ്രശ്ന, വീട്ടിലെ കണ്ടീഷന്റെ പ്രശ്ന, കുട്ടികളെ പോറ്റാൻ അറിയാത്ത ഉമ്മന്റെ പ്രശ്ന. അല്ലെങ്കിലും ലോകത്താകെ യാതൊരു ക്വാളിഫിക്കേഷനും വേണ്ടാത്തൊരു ജോലി ഉമ്മയാവുക. ഉമ്മയാവൻ എന്താ ക്വാളിഫിക്കേഷൻ വേണ്ട? മുൻ പരിചയം പോലും വേണ്ട. ഉണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞില്ല കാര്യം. ഉമ്മയാവാൻ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട, പെണ്ണായാൽ മതി. കണ്ടോ? ബാപ്പയാമിനെ ഞാൻ പറയുന്നത് വേണ്ട, ഒരന്തും വേണ്ട. ബാപ്പ ഇമ്മയായി, എന്നിട്ടോ അണ്ട് പോറ്റാൻ. ഇതെന്താ? ആടിനൊക്കെ പോറ്റിയാർന്ന് അണ്ട് പോറ്റിയ. എന്താ കുട്ടി എന്ന് പറഞ്ഞാൽ മനസ്സുള്ള ഒരു ജന്തുവാണെന്ന് ഒരു കാര്യം കുട്ടിക്ക് നമ്മൾ അറിയണ്ടേ? ഇനി നിങ്ങൾ നോക്കിക്കോ, ഈ കുട്ടിയെ വളർത്തുന്നതിൻ്റെ ഒരു മനഃശാസ്ത്രം ഈ വീട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങണം. എൻ്റെ പ്രിയമുള്ളവർ ആലോചിക്കണം. കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ 3 വയസ്സ് ഞാൻ ചുരുക്കി പറയാം, വളരെ ചുരുക്കി പറയാം. കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ 29 ദിവസം, ഒരു കുട്ടി ജനിച്ച് 29 ദിവസം അറിയപ്പെടുന്നത് ന്യൂ ബോൺ ബേബി, നവജാത ശിശു. 29 ദിവസം കുട്ടി ജനിച്ചിട്ടോ ആ സമയത്ത് കുട്ടി ചിരിക്കൂല. കുട്ടി എപ്പോ നോക്കിയാലും കുട്ടിന്റെ മുഖത്തൊരു പുളിച്ച മാങ്ങ കടിച്ച ഭാവം ഉണ്ടാവും. കണ്ടോ? പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഞം 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 എന്ന് പറയും. ഉമ്മയായിരിക്കും, ഞാൻ ഗർഭകാലത്ത് നിന്ന പുളിച്ച മാങ്ങ കൊണ്ട് എല്ലാം കൂടി പുളിച്ചോ പാല്? കുട്ടി എന്താ ഇങ്ങനെ ഒരു മുഖം? പിന്നെയും കുട്ടിക്ക് ഇങ്ങനെ തന്നെ മുഖം. പിന്നെ കുട്ടിയായിരിക്കും ഇത് ബാപ്പാന്റെ മുഖം കിട്ടിയതായിരിക്കും. മൂപ്പര് അങ്ങനെയുള്ളൂ, എന്തും എടുത്താലേ എന്നാണല്ലോ, ഒരു സംതൃപ്തി ഉണ്ടാവില്ലല്ലോ. അമ്മയായിരിക്കും ഇത് തന്തന്റെ സ്വഭാവം കിട്ടിയതായിരിക്കും. 29 ദിവസം കുട്ടി ചിരിക്കില്ല. കാരണം എന്താണെന്നറിയോ? കുട്ടിയുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സമയമാണ് 29 ദിവസം ന്യൂ ബോൺ ബേബി.
ഓക്കെ. അതും കഴിഞ്ഞ് 29ാമത്തെ ദിവസം ഉമ്മയുടെ മുഖത്ത് നോക്കി അവന്റെ മോണ കാട്ടി ഒരു ചിരി ചിരിക്കും ഈ കുട്ടി. അതോടുകൂടി ആ കുട്ടിയെ ചുമന്ന വേദനയും പ്രസവിച്ച വേദനയും കഷ്ടപ്പാടുകളൊക്കെ മറന്ന് ആ ഉമ്മക്ക് സ്വർഗം കിട്ടിയ പ്രതീതിയ. 29ാമത്തെ ദിവസം അതും കഴിഞ്ഞ് മുന്നോട്ട് പോകും. കുട്ടിയുടെ 3 വയസ്സ്. നിങ്ങൾ നോക്കണം, ഞാൻ ചുരുക്കി പറയണ വിഷയം, എനിക്ക് കൂടുതൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട്. കുട്ടിയുടെ 3 വയസ്സ്. 3 വയസ്സ് അറിയപ്പെടുന്നത് ടോഡ്ലർ ഏജ് എന്നാണ്. ടോഡ്ലർ ഏജ് എന്ന് പറഞ്ഞാൽ കുട്ടി നടക്കുന്ന കൊഞ്ചി പറയുന്ന പ്രായം. സൈക്കോളജി പറയുന്നു കുട്ടിയുടെ ബുദ്ധിയുടെ 50% വളരുക, വികസിക്കുക 3 വയസ്സാകുമ്പോഴാണ്. നിങ്ങളെന്താ വിചാരിച്ചേ? ആ സമയത്ത് തോണ്ടന ഫോണും കൊടുത്താൽ കുട്ടിക്ക് ബുദ്ധി വളരൂല. ഏറ്റവും കൂടുതൽ പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് എന്താ അറിയോ? 4 വയസ്സായിട്ടും കുട്ടി സംസാരിക്കില്ല. എന്താ സംസാരിക്കാത്തത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്ര വീട്ടിലെ കുട്ടികളുണ്ട് 4 വയസ്സായിട്ടും സംസാരം ശരിയായിട്ടില്ല. എന്താ കുട്ടിക്ക് പറ്റി? നിങ്ങൾ ആലോചിക്കും. കുട്ടിക്ക് പറ്റിയ ഇതന്നെ, കുട്ടിയോട് സംസാരിച്ചാലല്ലേ കുട്ടി സംസാരിക്കും, അല്ലേ? നിങ്ങൾ ആലോചിക്കും. ഇപ്പൊ ആരാ സംസാരിക്കുക കുട്ടിയോട്? ഉമ്മക്ക് സമയമുണ്ടോ? ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 7 വയസ്സും 5 വയസ്സുമുള്ള 2 മക്കളും കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എൻ്റെ പെണ്ണുങ്ങൾ മുന്നിൽ കയറി ഇങ്ങനെ സുജായിട്ടിരിക്കും. എന്നിട്ട് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. എന്തൊക്കെ വർത്താനം, സുഖനല്ലേ? മക്കളോട് എന്താ പറയാറ്? നിങ്ങൾക്ക് അടങ്ങിക്കടാ, കണ്ടോ? കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞാൽ കുട്ടികൾ കിടന്നുറങ്ങും. എത്രയാ ചെയ്ത് കേൾക്ക്. ഒക്കെ വിദ്യാഭ്യാസത്തിന്റെ കുറവാ. അങ്ങനെയാണ് പുതിയ തലമുറ. കാലിക മാറ്റം അതാ. നിങ്ങൾ നോക്ക്. ഇനി എൻ്റെ ഉമ്മ 60 വയസ്സായ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ കാറിലുണ്ടെങ്കിൽ എവിടേക്കാണോ നമ്മൾ പോണത് അതുവരെ എൻ്റെ മോളെ മടിയിലിരുത്തിയിട്ട് മുഖത്ത് നോക്കി സംസാരിച്ചു കൊണ്ടേയിരിക്കും. രാത്രിയാണ് ഞാൻ വണ്ടി ഓടിച്ച് വരുന്നതെങ്കിൽ അമ്പിളിമാമൻ പയ്യോളിന്ന് കയറും കാറിൽ. പിന്നെ വീട്ടിലെത്തുമ്പോഴാ, യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള എൻ്റെ വീട്ടിൽ കയറുമ്പോഴാ അമ്പിളിമാമൻ അവിടെ ഉണ്ടാവും. അതുവരെ ഉമ്മ അമ്പിളിമാമനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും കുട്ടിയോട്. ഇങ്ങനെ വർത്താനം പറയും. കുട്ടി അങ്ങോട്ടും വർത്താനം പറയും. ഇതല്ലേ വർത്താനം പറയാ? നമുക്ക് നേരണ്ടോ? ഉണ്ടോ? ഇല്ല. പണി തന്നെ പണി, പെരും പണി, തീരാത്ത പണി. നാറ്റൊന്നും വൃത്തിയാവില്ല. നിങ്ങൾ ആലോചിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കണ്ടേ എന്താ കുട്ടിയുടെ പ്രായം? നമ്മൾ ആലോചിക്കണ്ടേ 3 വയസ്സാകുമ്പോഴേക്ക് ബുദ്ധിയുടെ 50% വികസിക്കും അത്രേ കുട്ടിക്ക്. ഇനി അടുത്ത നിങ്ങൾ നോക്ക്. ഞാൻ കുടുംബത്തിന്റെ അവസ്ഥയെ പറയണത്, ഭർത്താവും മക്കളും അവസ്ഥയെ പറയണത്. ഇനി നിങ്ങൾ ആലോചിച്ചോ, കുട്ടിയുടെ 10 വയസ്സ്. കുട്ടിക്ക് 10 വയസ്സ്. 10 വയസ്സാകുമ്പോ ഈ കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ 50% വികസിക്കും. എന്താ പറഞ്ഞ്? അവന്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി 50% വളരുക. അവന് 10 വയസ്സാകുമ്പോഴാണെങ്കിൽ 11ാമത്തെ വയസ്സിൽ പറയണത് കേൾക്കില്ല എന്ന് പറഞ്ഞ ഒരു ഉമ്മ കൗൺസിലിങ്ങിന് ഒരു കുട്ടിയെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ പറ, ആരാണ് ഈ കുട്ടിയെ നാശമാക്കിയത്? നിങ്ങളറിയും. കുട്ടി കാണുന്നത്, കുട്ടി കേൾക്കുന്നത്, കുട്ടി കളിക്കുന്നത് കുട്ടിയെ സ്വാധീനിക്കും. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, കുട്ടി കാണുന്നത്, കുട്ടി കേൾക്കുന്നത്, കുട്ടി കളിക്കുന്നത് കുട്ടിയെ സ്വാധീനിക്കുമെങ്കിൽ നമ്മുടെ കുട്ടി എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് കളിക്കുന്നു? നിങ്ങൾ പറ. നിങ്ങൾ ഈ സംഗമത്തിന് ഏതായാലും കൂടിയതല്ലേ, ഞാൻ ഇപ്പൊ പോകും. നിങ്ങൾ പറ, എന്താ നമ്മളെ കുട്ടി കാണുന്നത്? ബാപ്പി ഇമ്മിയും സുന്ദരമായിട്ട് ബെഡ്റൂമിൽ ഇരിക്കുക, എന്തോ ഒരു പതുപതുത്ത മെത്ത, സ്പ്രിംഗ് മാട്രസ് എന്നതിന്റെ പേര്. കണ്ടാ ഇങ്ങനെ ഗുടും 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 നെല്ലി തുള്ളിക്കളിക്കുക. ബാപ്പി ഇമ്മിയും കൂടി ബെഡ്റൂമിൽ ഇങ്ങനെ തുള്ളിക്കളിക്കുക. തൊട്ടടുത്ത് മോനുണ്ട്. നോക്ക്, തൊട്ടടുത്ത് മോനുണ്ട്. മോനും ഇങ്ങനെ ഇരിക്കുക ബാപ്പന്റെ ഉമ്മന്റെ കൂടെ. മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബാപ്പയും ഉമ്മയും ഒരുമിച്ച് നിൽക്കുന്നതാ. അതാണല്ലോ ഇല്ലാത്തതും. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടതാ ബാപ്പയും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കണത്. അപ്പൊ ഈ കുട്ടി ബാപ്പന്റെ ഉമ്മന്റെ കൂടെ കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു 4 വയസ്സുള്ള 3 വയസ്സുള്ള കുട്ടി ബാപ്പന്റെ ഉമ്മന്റെ കൂടെ ബെഡിലിരിക്കുക. ഓള് രണ്ടാളും ബെഡിലിരുന്ന് കഥക്കെ പറയാ. കുട്ടി ഇങ്ങനെ ബാപ്പന്റെ തലയിൽ കൂടി കയറിന് മറിയണ്, ഉമ്മന്റെ മടിയിൽ കൂടി ഇറങ്ങണ്, അങ്ങോട്ട് ഇറങ്ങണ് അല്ലേ. അതിൻ്റെ ഇടക്കാണ് ബാപ്പയുടെ വില കൂടിയ 25,000 റുപ്യന്റെ മൊബൈൽ ഫോണ്, തോണ്ടണ ഫോൺ നിങ്ങൾക്കൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അത് ബെല്ലടിച്ചത് ബാപ്പ ഫോർത്തിട്ട് പറഞ്ഞു, അല്ലോ ഇത് മറ്റോനാ, കുടിഞ്ഞല്ലപ്പോ. എന്നിട്ട് ഈ ഫോൺ എടുത്തിട്ട് പെണ്ണുങ്ങളെ കൈ കണ്ടു കൊടുത്തു. എന്നിട്ട് ഇതെടുത്തിട്ട് ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക്. കണ്ടോ? ഈ പെണ്ണുങ്ങൾക്കാണ്, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമുള്ളതിനൊന്നും അനുസരണ ഉണ്ടാവില്ല, ആവശ്യമില്ലാത്തതിനൊക്കെ ഭയങ്കര അനുസരണേ. ഓളിവിടെ തന്നെ ഫോൺ ഇങ്ങോട്ട് വാങ്ങിയിട്ട്, ഹലോ മൂപ്പര് ഇവിടെ ഇല്ലല്ലോ, ഇപ്പം എങ്ങോട്ടും പോയത് അറിയില്ല, എപ്പോഴാണ് വരിക എന്നറിയില്ല, എന്തെങ്കിലും പറയണോ? വേണ്ട, ഞാൻ പിന്നെ വിളിച്ചോളാം. അതിന്
ഫോൺ ഓഫ് ആക്കിയിടൂലേ, പിന്നെ ഇപ്പൊ എങ്ങനെ വിളിക്കാനാ? കുട്ടി ഇങ്ങനെ നോക്കണേ, ബാപ്പ ഇവിടെ ഇല്ലേ, അപ്പൊ ഇത് ബാപ്പല്ലേ, വേറെ ആരെയും വിളിച്ച് ബെഡുമ്പോ കയറ്റിയോ? അങ്ങനെ നോക്ക്, ബാപ്പന്റെ ആണല്ലോ, അതേ മീശ, അതേ മോന്ത, അതേ സാധനമാണല്ലോ. എന്താ പിന്നെ ഉമ്മ പറഞ്ഞത്? ഇത് നല്ലൊരു പരിപാടിയാ. നിങ്ങൾ ആലോചിക്കണം, കുട്ടി എന്ത് കണ്ടു എന്നത് വളരെ പ്രധാന. സിഗരറ്റും വലിച്ച് തീവണ്ടി പോണാരി നടക്കില്ല. നിങ്ങൾ ഇന്ന് സുബൈക്ക് ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോണ്ട് ഒരു ബാപ്പ മോനെ ബാക്കിൽ വെച്ചിന്, ഒരു ചെക്കനെ, ചെറിയ കുട്ടിയാ, ഒരു 5 or 6 വയസ്സുണ്ടാവും. ബാപ്പ ബൈക്ക് ഓടിക്കുക, ചുണ്ടുമ്പന് സിഗരറ്റ് ഇങ്ങനെ പൊകിയാ. അതിങ്ങനെ നോക്കിയത് നല്ല പരിപാടിയെ കുറിച്ച് വലുതായിട്ട് ഇതിൽ തുടങ്ങണം. ഉളുപ്പുണ്ടോ? ഉണ്ടോ? ഈ കുട്ടിയോട് സിഗരറ്റ് വലിക്കരുത് എന്ന് പറയാനുള്ള എന്ത് ധാർമ്മികതയാ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ പറ, ആരാ ഈ സിഗരറ്റ് വലി ഇവിടെ ഹലാലാക്കിയത്? ഹറാമാണ്, ഹറാമാണ്. അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ ഫത്വ ഇവിടെ നോക്കിക്കോ, നിന്റെ അടുത്തില്ല, ഹറാമന്നെ. വെറുതെ പൈസ കത്തിച്ച് കളയാണ്, ഹറാമന്നല്ലേ. നിങ്ങൾ നോക്ക്. അപ്പൊ നമ്മൾ ആലോചിക്കണ്ടേ, ബാപ്പ ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന കോൺട്രാക്ടറാണ്. അതായത് ഈ കോൺട്രാക്ടർമാരുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ പോയിക്കോളും, എന്നെ തല്ലണ്ട കേട്ടോ, ഞാൻ പോയിക്കോളൂ. അപ്പൊ കോൺട്രാക്ടർമാരുണ്ടെങ്കിൽ ക്ഷമിക്കണേ. കോൺട്രാക്ടർമാരും തൊഴിലാളികളൊക്കെ ഉണ്ടാവും, ഓലൊക്കെ കൂടി തല്ലാൻ നിന്നാലേ ഇപ്പുറത്താണ് ഈ പുഴയുണ്ട്. അപ്പോ ബാപ്പ കോൺട്രാക്ടറാണ്. കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ആരാന്ന് ഞാൻ പറഞ്ഞിരുന്ന ആവശ്യമില്ലല്ലോ. നാട്ടുകാർക്ക് മൊത്തം വീടും ബിൽഡിംഗും ഉണ്ടാക്കി കൊടുക്കുകയും സ്വന്തമാക്കി ഉണ്ടാക്കിയ വീട്ടിൽ നിൽക്കാൻ സമയമില്ലാത്ത ഒരാളാണ് ഈ കോൺട്രാക്ടർ. മൂപ്പർക്ക് ഒരു സമയമില്ല, മൂപ്പരങ്ങനെ പാഞ്ഞ് വീടുണ്ടാക്കുകയാണ്. ഒരു ദിവസം 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ഒരു ചെറുക്കൻ, ബാപ്പന്റെ മോന്, 4ാം ക്ലാസ് പഠിക്കുന്ന മോൻ, ബാപ്പ 11 മണിക്ക് കയറിയപ്പോൾ ഉറങ്ങാതെ കിട് ബാപ്പനെ കത്തുണ്ട്. അപ്പൊ നിന്നാലേ കാണുള്ളൂ മൂപ്പര്. അപ്പം ബാപ്പ വെച്ച് ചിന്തണം ഉറങ്ങില്ലേ, ഞാൻ ബാപ്പനെ കാണാൻ നിൽക്കുക. ബാപ്പക്ക് ഒരു കത്തുണ്ട്. ബാപ്പ വെച്ച് കത്താ, ഹെഡ് ടീച്ചർ തന്നതാ, ഇതാ പിടിച്ച കത്തെടുത്ത്. കത്തിൽ ടീച്ചർ എഴുതിയാണ്, നാളെ മോന്റെ കൂടെ സ്കൂളിൽ വരണം, നിങ്ങളില്ലാതെ അവനെ അയക്കേണ്ടതില്ല, ഹെഡ്മിസ്ട്രസ് ഒപ്പ്, സീല്. കഴിഞ്ഞു. ബാപ്പ വെച്ച് ഉമ്മ പോരെ, പോരാ, പോയിട്ട് കാര്യമില്ല, ബാപ്പന്നെ വരണം. ബാപ്പ പറഞ്ഞു, പൊന്നു മോന് നാളെ ഭയങ്കര തിരക്കുള്ളൂടാ, ഞാൻ എങ്ങനെ വരും? മോൻ പറഞ്ഞു, ഇന്ന് അവന് പോണ്ട സ്കൂളിൽ. ഞാനിക്കും അതിനെ താല്പര്യം, നിങ്ങൾ വരണമെന്നൊന്നുമില്ല, എന്നാ പോണ്ട. ബാപ്പ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നാളെ 10 മണിക്കൊന്നും എന്നെ കൊണ്ട് കഴിയൂല, ഒരു 11-11:30 ആകുമ്പോൾ ഞാൻ സ്കൂളിൽ എത്തിക്കോളാം. ശരി, മതി, നമുക്ക് 2 കൂടി ഒരുമിച്ച് പോവാം. ഓ സന്തോഷം. പിറ്റേന്ന് രാവിലെ കുളിച്ച് മാറ്റി യൂണിഫോം ഇട്ട് ബാഗും പിടിച്ച് മോൻ കാത്തിക്കുക. ബാപ്പ ഒരു 9:30 മണിയായപ്പോൾ ഓടിക്കഴിച്ച് വന്ന് ചായയും കുടിച്ച് മോനെയും കൂട്ടി ഇറങ്ങി നേരെ കാറിൽ കയറി. ബാപ്പ നേരെ കാർ ഓടിച്ചത് ടൗൺ പ്ലാനിംഗ് ഓഫീസറുടെ ഓഫീസിലേക്കാണ്. ബാപ്പയ്ക്ക് എന്തോ ബിൽഡിങ്ങിന്റെ പ്ലാനോ മറ്റോ പാസ്സാവാണ്ട് പ്ലാനിംഗ് ഓഫീസറിനെ കണ്ട് കയറി. 10 മണിക്ക് ഓഫീസർ വന്നിട്ടേ ഉള്ളൂ. 10 മണിക്ക് ഓഫീസറെ കയറി കണ്ടപ്പോൾ ഓഫീസറോട് അങ്ങനെയൊക്കെ ഒരു പേപ്പർ ഉണ്ട്, നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ഓഫീസർ പറഞ്ഞു, നടക്കൂല, അപ്പുറത്ത് റോഡ്, അപ്പുറത്ത് മറ്റേത്, നീ കൂടെ അത് പോണ്, ഈ ബിൽഡിംഗ് ഇവിടെ നടക്കൂല. ബാപ്പ കീശ കൈയിട്ടു, 2000 നോട്ട് കണ്ടെടുത്തു. മൂപ്പര കടലാസിന്റെ മുകളിൽ വെച്ച് നീക്കേണ്ടി വെച്ചെടുത്തു. ആ ഓഫീസർ നീട്ടി അങ്ങോട്ട് ഒപ്പിട്ടെടുത്തു. നിങ്ങൾ റോട്ടുമ്മ ബിൽഡിംഗ് ഉണ്ടാക്കിയാലും ഞമ്മക്ക് പ്രശ്നമൊന്നുമില്ല. കണ്ടോ, ഇത് ചെക്കെങ്ങനെ കാണുക? അത് നല്ല പരിപാടിയാണല്ലോ. ബാപ്പക്ക് സന്തോഷം, ഓഫീസർക്ക് സന്തോഷം, കുട്ടിക്കും സന്തോഷം. ഇതിങ്ങ് വാങ്ങിയിട്ട് ബാപ്പ നേരെ വന്ന് കാറിൽ കയറി, മോനും കാറിൽ കയറി. കാറ് നേരെ വിട്ടത് ഇലക്ട്രിസിറ്റി ഓഫീസറുടെ ഓഫീസിലേക്കാണ്, ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ ഓഫീസിലേക്ക്. എഞ്ചിനീയർ ഓഫീസിൽ പോയപ്പോൾ എഞ്ചിനീയറിന്റെ അവിടെ നിൽക്കുന്നത് സമയം 10:30. മൂപ്പരിങ്ങനെ തന്തം വിട്ട് നിൽക്കുകയാണ്. ബാപ്പ പറഞ്ഞൊരു കണക്ഷൻ കൊടുത്തിരുന്നു. എഞ്ചിനീയർ പറഞ്ഞത് നടക്കൂല, അത് ക്രോസിംഗ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ വക്കത്ത് വീടുന്നാക്കാൻ പറ്റില്ലല്ലോ, ഇത് ക്രോസിംഗ് ഉണ്ട്, നടക്കൂല, അതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പിന്നെ വരി. ബാപ്പ വീണ്ടും കീശ കൈയിട്ടു, ഒരു 1000 നോട്ട് എടുത്തു, ഓഫീസർ കണ്ടു കൊടുത്തു. ഓഫീസർ നീട്ടി ഒപ്പിട്ടെടുത്തു. ഇനി ലൈൻ ഇല്ലെങ്കിലും വേണ്ടില്ല, കറണ്ട് നിങ്ങൾക്ക് തരും. ഇപ്പം ഒപ്പിട്ടില്ലേ, ഒപ്പിട്ടെടുത്തു. ബാപ്പക്ക് സന്തോഷം, മൂപ്പർക്കും സന്തോഷം, മോനും സന്തോഷം. ഇറങ്ങി കാറെടുത്ത് വിടുകയാണ്. മോനെ സമയം 11 മണി, ഇനി എത്തൂല സ്കൂളിൽ, അടിച്ചു പിടിച്ച് വിടുകയാണ്. അപ്പോൾ ട്രാഫിക് പോലീസുകാരൻ കൈയ്യട്ടി. ബാപ്പ ചില്ലിങ്ങനെ താത്തി ചോദിച്ചു, എന്തേ പ്രശ്നം എന്ന്. ട്രാഫിക് പോലീസുകാരൻ പറഞ്ഞു, മനുഷ്യ ബോധം വേണം, സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. മൂപ്പരിങ്ങനെ കടലാസ് എടുത്ത് പറഞ്ഞു, 500 ഇപ്പം ഫൈന്. ബാപ്പ കീശയിൽ കൈയിട്ട് 100 റുപ്യ കൊണ്ട് എടുത്തിട്ട് അതിനുള്ളിൽ കൂടിയാണ് കൊടുത്തിട്ട് പറഞ്ഞു, തൽക്കാലത്ത് വെച്ചോളി. ട്രാഫിക് പോലീസുകാരൻ കീശയ്ക്ക് ഇട്ട്. മൂപ്പർക്ക് സന്തോഷം, ബാപ്പക്കും സന്തോഷം, കുട്ടിക്കും സന്തോഷം അല്ലേ. ട്രാഫിക് പോലീസുകാരൻ പറഞ്ഞു, പോട്ടെ റൈറ്റ്. കുട്ടിക്കും സന്തോഷം, രസം. നേരെ പോയത് സ്കൂൾക്ക് 11:30 മണിയായി. ഹെഡ്മിസ്ട്രസിന്റെ റൂമിലേക്കാണ്ട് കയറി. റൂമൊക്കെ കയറിയപ്പോ ഹെഡ്മിസ്ട്രസ് ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുക. മൂപ്പര് ദേഷ്യം പിടിച്ചിട്ട് ബാപ്പന്റെ മുമ്പിലേക്ക് പ്രോഗ്രസ് കാർഡ് എടുത്തിട്ട് ഒറ്റ പറഞ്ഞു, എന്തത്, ഒരക്ഷര ചെക്കൻ പഠിക്കില്ല.
എന്താ ഇങ്ങനെ പോയാൽ ശരി? ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, ഉടൻ TC വാങ്ങിയിട്ട് വേറെ സ്കൂളിൽ ചേർത്തിക്കോ, ഇവിടെ നടക്കൂല. അങ്ങനെയുള്ള ഇംഗ്ലീഷ് മീഡിയക്കാർ അങ്ങനെയുള്ളൂ. പഠിപ്പിക്കാൻ അറിയുന്ന പോലെ മാത്രമേ ഒരു പഠിപ്പിക്കുള്ളൂ, അറിയാത്തവരെ പഠിപ്പിക്കാനുള്ളതെന്ന് ഗവൺമെന്റ് സ്കൂൾ. ടീച്ചർ ഇങ്ങനെ തിളച്ച് നിൽക്കുക, ബാപ്പ തലിന്താത്തിക്ക. എന്താ ചെയ്യപ്പെടച്ചോനെ ഓരോരോ എടങ്ങേറ് കണ്ടോ? ഹെഡ് മിസ്ട്രസ് ഇങ്ങനെ ചൂടായി നിൽക്കുന്നു, ബാപ്പ തലിന്താത്തിക്കുന്നു. ചെക്കൻ ഒരു ടെൻഷനും ഇല്ല. അവന്റെ ചെറിയ കൈയെടുത്തിട്ട് അവന്റെ കുഞ്ഞു പോക്കറ്റിലേക്ക് ഇട്ടു. അതിൽ ആകെയുള്ളത് 10 റുപ്യ. ഈ 10 റുപ്യ ഇങ്ങോട്ട് എടുത്ത് പ്രോഗ്രസ് കാർഡിന്റെ മുകളിൽ വെച്ച് നീക്കേണ്ടി വെച്ചു കൊടുത്ത് ഹെഡ് മിസ്ട്രസിന്. എന്താ പിടിച്ചോ? ബാപ്പ ഓന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ഹെഡ് മിസ്ട്രസിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കുട്ടി 2 കയ്യും കെട്ടി അവിടെ ഇരുന്നു. ബാപ്പ നിൽക്ക്, ഇപ്പൊ ശരിയാ. ബാക്കിയൊക്കെ ഇപ്പൊ നമ്മള് ശരിയാക്കിയില്ലേ? ഇതിലും വലുതാണ് അപ്പൊ ഒരു പ്രോഗ്രസ് കാർഡിൽ കുറച്ച് മാർക്ക് കുറഞ്ഞത്. ആരാ കുട്ടിയെ കൈക്കൂലിക്കാരനാക്കിയത്? നിങ്ങൾ പറ. കണ്ടോ? കുട്ടി കാണുന്നത് കുട്ടിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുമെങ്കിൽ അവന് നമ്മൾ എന്താ കാണിച്ചെടുത്ത്? നിങ്ങൾ പറ. ഇതൊക്കെ തന്നെയല്ലേ കാണിച്ചെടുത്തത്? ഇനി നമ്മളെ കുട്ടി എന്താ കേക്കണേ? പാട്ട് അല്ലേ? അല്ലേ? ഓന്റെ കയ്യിൽ എപ്പോഴാ തന്നെയല്ലേ വാട്സപ്പിലെ വീഡിയോ, വാട്സപ്പിലെ പാട്ടിൽ എന്ത് കുന്തള്ള നിങ്ങളൊന്ന് പറ. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പാട്ടിനൊരു സന്ദേശം ഉണ്ട് ഇല്ലേ? പണ്ടത്തെ പാട്ടൊക്കെ കേട്ട ഒരു സന്ദേശം ഉണ്ട്. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ഇതൊരു പെണ്ണ് ആണിനോട് ചോദിക്കുക. എന്താ അവളെ ചോദ്യം? അന്നുകൊണ്ട് ഈ ദുൽമുണ്ടാക്കുന്ന ആൾക്കാർ കണ്ടോ? ഓള് ചോദിക്കാണ്, നിങ്ങൾ ആടിനെ മേക്കാൻ കാട്ടിക്ക് പോവല്ലേ, ഞാനും വരട്ടെ നിങ്ങളെ കൂടെ. കണ്ടോ? എന്താപ്പ ചോദ്യങ്ങൾ ആലോചിച്ച് നോക്ക്. കുറെ ആടും പിന്നെ ഒരു കാടും ഓനും ഓളും. എന്താപ്പ നടക്കുക അവിടെ? നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഓള് ചോദിക്കാണ്, കാനന ചായയിൽ ആടിനെ മേക്കാൻ ഞാനും വരട്ടെ അല്ലേ? കിട്ടിയ ചാൻസ് അല്ലേ, ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടോണ്ടേ. പക്ഷെ ഓനെന്താ പറയണേ? അവൻ പറഞ്ഞു, പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തു കൂടാ. പറ്റൂല മോളെ, നമ്മളെ മറന്നൊന്നും ചെയ്തൂടാ. ഈ പാട്ടിലൊരു സന്ദേശം ഉണ്ട് നമ്മളെ കുട്ടിക്ക്. കൗമാരക്കാരിയായ പെൺകുട്ടിക്ക് ഒരു സന്ദേശം ഉണ്ട്, ആൺകുട്ടിക്ക് ഒരു സന്ദേശം ഉണ്ട്. പെണ്ണിങ്ങനെ പലതും പറയും, അത് ഹവ്വാ ബീവിന്റെ കാലം മുതൽ തുടങ്ങിയതാണ് ഈ നുൽമുണ്ടാക്കാൻ. അതുകൊണ്ട് മോനെ പോവരുത്, സന്ദേശം ഉണ്ട് അല്ലേ? ഈ പെണ്ണ് ചുവട് മാറ്റി. ആദ്യം ഞാൻ ആടിനെ മേക്കാൻ പറ്റുമോ ചോദിച്ചപ്പം മൂപ്പര് കൊണ്ടുപോയില്ല. അപ്പൊ ഓള് ചുവടൊന്ന് മാറ്റി. കണ്ടോ നിങ്ങൾ? ചൂട് മാറ്റിയിട്ട് ചോദിച്ചു, എന്നാ പിന്നെ ആടിനെ മേക്കാൻ വേണ്ട, വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്ന് കൊണ്ടുപോകൂ. എന്നാ പിന്നെ വൃന്ദാവനത്തിലെ കാഴ്ച കണ്ടിങ്ങനെ നടന്നോളാം, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അപ്പൊ ചെക്കന് മനസ്സിലായി ഓള് വിട്ടൂല. അപ്പൊ എന്തേ പറഞ്ഞു, എന്നാ പോരെന്ന് പറഞ്ഞോ? ഇല്ല. അവൻ പറഞ്ഞു, നമ്മളൊക്കെ പെണ്ണുങ്ങളോട് പറഞ്ഞ വർത്താനം തന്നെ ഓനും പറഞ്ഞു. പെണ്ണുങ്ങൾ അങ്ങനെയുള്ള എളാപ്പന്റെ വീട്ടിൽ പോണോ? നമ്മളെന്താ പറയാ? ഇതന്നെ പറയാ, നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോവാം, ഇന്നു വേണ്ടോ മലാളെ. കണ്ടോ? അന്നെ ഞാൻ കൊണ്ടേക്കോളാം, ഇന്ന് വേണ്ട, നിക്കാഹ് ഒന്ന് കഴിഞ്ഞോട്ടെ. നമ്മളെ പെൺകുട്ടി കാത്തുക്കുണ്ടോ? അന്നത്തെ പാട്ടിന്റെ സന്ദേശം ഞാൻ പറഞ്ഞു അല്ലേ? ഇപ്പത്തെ പാട്ടോ നമ്മളെ കുട്ടി എന്താ കേൾക്കണേ? ചെവിയിൽ മറ്റേ പണ്ടാരം തിരികെ വെച്ച് എന്താ കേൾക്കണേ? ഡും ഡും ടോ ടോ, ഡാഡി മമ്മിയും വീട്ടിലില്ല, വിളയാടാൻ വാ. ഹൈ, ഓമെന്ന് വിളയാടി പോവില്ലേ? 10 മാസം കഴിഞ്ഞിട്ടല്ലേ വിവരം അറിയാം. കണ്ടോ? ഡാഡി മമ്മി ഒന്നും വീട്ടിലില്ല, വിളയാടാൻ വാ. കള്ള കൊച്ചു കള്ള, അന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ്. ഐ, കള്ളൻ ചെക്കനെ കണ്ടപ്പം തന്നെ ഉള്ളിന്റെ ഉള്ളിലില്ല ഉവ്വാണ്. കള്ളനോട് ഇവിടെ മര്യാദക്കുള്ളവർക്ക് എന്നെ പെണ്ണിട്ടില്ല. അതിനിടക്കാണ് കള്ളനോടൊക്കെ ലവ്. ഈ കള്ളൻ ആദ്യം മോഷ്ടിക്കുക പ്രിയപ്പെട്ട സഹോദരി നിന്റെ മാനമാണെന്നറിയണ്ടേ? അതറിയില്ല. ഓൻ ആദ്യം കക്ക എന്താ? ഓളമാനം. ഓൻ ആദ്യം കൈവെക്ക എവിടെ? ഓളമാനത്തില്. അതറിയണ്ടേ ഈ കുട്ടിയൊക്കെ? ഇറങ്ങിപ്പോവുക. എന്താ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു? അങ്ങോട്ട് പോവുക. ഓന് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ? എന്താ നമ്മുടെ കുട്ടിയൊക്കെ പറ്റിയത്? എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിലുള്ള ആളുകൾ ചിന്തിക്കണം. നമ്മുടെ കുട്ടികൾ സാറ്റിസ്ഫൈഡ് അല്ല. ഞാനതാ പറഞ്ഞത്. ആ കുട്ടി കണ്ടതെന്താ, കേട്ടതെന്താ? എൻ്റെ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകൻ, ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പുസ്തകം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഒരു 3:30 എന്നോട് പറഞ്ഞു, സാറേ നമുക്ക് 2 കൂടി പോയിട്ട് പുസ്തകം എടുക്കാം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. സാറിന്റെ കാർ എടുക്കണ്ട, എൻ്റെ കാറിൽ പോവാം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എനിക്ക് ലാഭമല്ലേ പെട്രോള്. അദ്ദേഹം കാറെടുത്ത് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോയി. പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിന്റെ വീട്. ഇയാൾ വീട്ടിൽ കയറി. അയാൾ മുസ്ലിം അല്ല. വീട്ടിൽ കയറി വാടകയ്ക്ക് താമസിക്കാം. വീട്ടിൽ കയറിയപ്പോ
ഇയാൾ പറഞ്ഞു, സാറേ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടോ. ഞാൻ പറഞ്ഞു ഓക്കെ റൈറ്റ്. ഞാൻ അവിടെ കയറി സോഫന്റെ മുകളിൽ ഇരുന്നു. മുമ്പിൽ തന്നെ ഇന്ത്യ ടുഡേ എന്ന മാഗസീൻ ഉണ്ട്. ആ മാഗസീനിൽ നരേന്ദ്രമോദിയെ കുറിച്ച് വലിയൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഞാൻ അതിലിങ്ങനെ മുഴുകി നിൽക്കുക. 4 മണി കഴിഞ്ഞപ്പോൾ മാഷിന്റെ മോൻ കയറി വന്നു. ബാഗ് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു, ഷൂ ഊരി അപ്പുറത്ത് കിട്ടു, നേരെ വന്നിട്ട് റിമോട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ടി വി കണ്ടു പറഞ്ഞു. എൻ്റെ നേരെ മുമ്പിലാണ് ഞാൻ. പക്ഷേ ഈ നരേന്ദ്രമോദി എന്താവും ആലോചിച്ച് കഷ്ടപ്പെടുക. അപ്പോൾ ഓൻ ടി വി പറഞ്ഞു. ഈ ടി വിയിൽ എന്തോ സിനിമയോ മറ്റോ നടക്കുന്നുണ്ട്. ഞാനിതിൽ മുഴുകി നിൽക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ചെക്കൻ എന്നെ തോണ്ടുന്നു. എന്നെ തോണ്ടി അങ്കിൾ അങ്കിൾ എന്ന് വിളിക്കുന്നു. ഞാൻ ചോദിച്ചു എന്താ മോനെ? നോക്കിട്ടോ. ടി വി ചൂണ്ടിക്കാണിച്ച് പറയാ, നോക്കിട്ടോ. ഇപ്പൊ കെട്ടിപ്പിടിക്കും. ഇങ്ങനെയുണ്ട് ചെക്കന് 2 3 ഒറ്റ. അപ്പൊ ഞാൻ നോക്കി എന്താ ഈ കുട്ടി പറയണത്. നോക്കിയപ്പോ ഒരു കടൽപ്പാലത്തിന്റെ മുകളിൽ ഒരു ചെറുക്കൻ നിൽക്കുന്നുണ്ട്. മുടിയൊക്കെ ഇങ്ങനെ പാറി പറക്കുന്നു. ഇപ്പൊ അയിഞ്ഞാടുന്നുള്ള ഒരു ജീൻസ് ഇട്ടിന്, ഒരു ടീഷർട്ട് ഇട്ടിന്, അതിന് മുകളിൽ വൃത്തിയോട് എഴുതിട്ട് ചെക്കൻ ഇങ്ങനെ നിൽക്കുക. ഒരു പെണ്ണിങ്ങനെ വേച്ച് വരുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ ചെറുക്കൻ പറഞ്ഞ പോലെ തന്നെ ഓളെ വേക്കലൊക്കെ നിന്നിട്ട് ഓടി വന്ന ഒരൊറ്റ കെട്ടിപ്പിടിക്കലല്ലേ. പിന്നെ ചുംബന സമരം. 11 വയസ്സുള്ളൊരു കുട്ടി 11ാമത്തെ വയസ്സിൽ ഈ നെറ്റ് കയറിയിട്ട് വൃത്തികെട്ട വീഡിയോകൾ കണ്ടു. 12ാമത്തെ വയസ്സിൽ ഈ കുട്ടി അത് മുഴുവൻ ഒരു മെമ്മറി കാർഡിലേക്ക് മാറ്റി. സ്കൂളിൽ ടീച്ചർ മെമ്മറി കാർഡ് പിടിച്ചു ചെക്കൻ്റെ കയ്യിൽ നിന്ന്. എന്താ മോനെ ചോദിച്ചു. കുട്ടി പറഞ്ഞു ഗെയിംസാണ്. ടീച്ചർ മെമ്മറി കാർഡ് എടുത്ത് ടീച്ചറിന്റെ ഫോണിലേക്ക് ഇട്ടുകൊടുത്തു. നല്ല ഗെയിംസാ. ഇത് കാണാൻ വയ്യാതെ ടീച്ചർ കൊണ്ടുപോയിട്ടൊരു മാഷ് കൊടുത്തു. മാഷ് പിടിച്ചു. ഈ ചെക്കനെ വിളിച്ചു, ചോദിച്ചു, പ്രശ്നമായി, സ്കൂളിൽ നിന്ന് പുറത്താക്കി. നേരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, എന്താ മോനെ നീ ഇതൊക്കെ കണ്ടത്, എങ്ങനെ അത് കാണാൻ തോന്നിയത്? ഉടൻ ഈ കുട്ടി കൃത്യമായി കാര്യം പറഞ്ഞു. അവന് ഈ ടി വിയിലൊക്കെ കാണുമ്പോൾ ആണും പെണ്ണും ഇങ്ങനെ വരും, നിങ്ങളുള്ളത് തുറന്നിക്കുക, ഇങ്ങനെ വരും, കെട്ടിപ്പിടിക്കും, ഉമ്മക്കും, പിന്നെ ഒരു ഓലാമടൽ വന്നിട്ടാണ് മാറി. ഇതിന്റെ അപ്പുറത്ത് എന്താ ഉണ്ടോ? കുട്ടിയെല്ലാം നോക്കണ ഇന്റർനെറ്റിലാ. പണ്ടൊക്കെ അങ്ങനെയല്ലോ. കാരണം കുട്ടിക്ക് തോണ്ടാനാണല്ലോ ആളില്ലാത്ത. പാപ്പക്ക് തോണ്ടാൻ ഒരു സാധനം ഉണ്ടല്ലോ അല്ലേ, ഉമ്മക്ക് തോണ്ടാൻ ഒരു സാധനം ഉണ്ടല്ലോ. കുട്ടി ആരെ തോണ്ടും? അപ്പൊ കുട്ടി തോണ്ടും. കുട്ടി നെറ്റ് കയറി നോക്കി ലവ് മേക്കിംഗ് എന്ന് കുട്ടി ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ കുട്ടിയുടെ മുമ്പിൽ നല്ല അടിപൊളി വീഡിയോ വന്നു. അവനിതൊക്കെ കണ്ടു. അവൻ പറയാണ്, ഞാൻ കണ്ടതിന്റെ അപ്പുറത്തേക്ക് എന്താ നോക്കിയതാ? ആരാ ഈ ടി വി തുറന്നു വെച്ചു കൊടുത്തത്? നിങ്ങൾ പറ, ആരാ അത് തുറന്നു വെച്ചു കൊടുത്തത്? നമ്മുടെ വീട്ടിലെ മുഴുവൻ വൃത്തികെട്ട വെള്ളവും കറുത്ത വെള്ളമായി വീടിന്റെ പുറത്തേക്ക് പോകും അല്ലേ? മുഴുവൻ വെള്ളവും കറുത്ത വെള്ളമായിട്ട് വീടിന്റെ പുറത്തേക്കാണ്ട് ഒലിച്ചു പോകും. എന്നിട്ട് നമ്മൾ വീട് വളരെ ക്ലീൻ ആക്കും. എന്നിട്ട് അത്രയും പോകുന്ന ഒരു വയറ് കൂടിയ, ഒരു കറുത്ത വയറ് കൂടിയ നാട്ടിലെ മൊത്തം വേസ്റ്റ് നമ്മളെ വീടിനകത്തേക്ക് വരും. ഇതിന് പറയുന്ന പേരാണ് കേബിൾ ടി വി. ഇത് രസമാണെന്നറിയോ? എത്ര ചാർജ്? മാസത്തിൽ 200. പള്ളിക്ക് എത്രയും കൊടുക്കല്? 20. അതെന്നെ മൊയ്ലിയാർ 3 പ്രാവശ്യം വിളിക്കണം അല്ലേ? നമ്മുടെ വീട് നന്നാവണം എന്നാ ഞങ്ങൾ പറയുന്നത്. നന്നാവണം എന്നാ പറയുന്നത്. നമുക്കൊന്നും ഒഴിവാക്കാൻ വയ്യല്ലോ. എപ്പോഴും ഇങ്ങനെ നിൽക്കല്ലേ? കാലിക മാറ്റങ്ങൾക്കനുസരിച്ച് നേരെ നീന്തിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും ഒക്കെ നീന്തിയത് ഒഴുക്കിനെതിരെയാണ്. അന്ന് അറേബ്യയിലുണ്ടായിരുന്ന ഒഴുക്കിനെതിരെ നീന്തിയവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴത്തിന് മദ്യഷാപ്പുകൾ തുറന്നു വെച്ച് ബാരലിൽ മദ്യം നിറച്ചു വെച്ചിട്ട് അതും കുടിച്ച് WWW വാർ വൈൻ ആൻഡ് വുമൺ ഉണ്ടോ, കള്ള്, പെണ്ണ്, യുദ്ധം. ഒരുത്തന്റെ മുന്തിരിവള്ളിയുടെ മുന്തിരിച്ചെടിയുടെ ആ വള്ളി അപ്പുറത്തവന്റെ വീട്ടിലേക്ക് പടർന്നാൽ വാളുമെടുത്ത് അതിൽ യുദ്ധത്തിനിറങ്ങുന്ന വൃത്തികെട്ട സംസ്കാരമുണ്ടായിരുന്ന അറേബ്യൻ ജനതയെ ഒഴുക്കിനനുകൂലമായി നീന്തിയല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തതെങ്കിൽ ഈ കാലിക മാറ്റത്തിന്റെ ഒഴുക്കിനെതിരെ നീന്താൻ തയ്യാറില്ലെങ്കിൽ പിന്നെ എവിടെയാ പ്രിയപ്പെട്ടവര് നമ്മുടെ വീട്ടിലൊരു നന്മയുണ്ടാവുക? എവിടെയാ മാറ്റമുണ്ടാവുക? എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, വലിച്ചെറിയണം നമ്മുടെ വീട്ടിൽ നിന്ന് ടി വി. എന്നിട്ട് മക്കളുടെ കൂടെ ചെന്നിരിക്കണം. 8 മണിയാകുമ്പോൾ ഭക്ഷണം വിളമ്പണം. എന്നിട്ട് മക്കൾക്ക് ഉമ്മയാവണം. അവരെ കൂടെ പോയി കിടക്കണം. അവരോട് കാര്യങ്ങൾ സംസാരിക്കണം. അവന്റെ വായിന്ന് വരുന്ന മണം എന്താണെന്ന് തിരിച്ചറിയണം.